ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്റെ കയ്യിൽ ഉള്ളത് മാർവലസ് FX2 എന്ന് പറഞ്ഞ ഫാസ്റ്റ് ട്രാക്കിന്റെ പുതിയ സ്മാർട്ട് വാച്ച് ആണ്. അതൊന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാണ്. ഇതിപ്പോ എന്റെ കയ്യിരിക്കുന്ന ചെയിൻ ടൈപ്പ് ആണ്, ബ്ലാക്ക് മാറ്റ്. ഇപ്പം ഫാസ്റ്റ് ട്രാക്കിന് ചെയിൻ വാച്ചസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇത് 3.9 AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ ഡ്യുവൽ കോർ ചിപ്സെറ്റും വരുന്നുണ്ട്. നോർമൽ വാച്ചിനെക്കാട്ടിയും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് വീഡിയോ വാച്ച് ഫേസ് ഇടാൻ പറ്റും. അതുപോലെ 60 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ വോയിസും റെക്കോർഡിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫോട്ടോസ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. മ്യൂസിക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് ഈ വാച്ചിന്റെ പ്രത്യേകത. ഓപ്പൺ ചെയ്ത് നമുക്ക് കണക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഓൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇത് കണക്ട് ചെയ്യേണ്ടി വരും. നോർമലി എല്ലാ ബോക്സിലും വരും പോലെ തന്നെയാണോ ചാർജർ, അതിന്റെ കുറച്ച് വാറണ്ടിയുടെ ഡീറ്റെയിൽസും സ്കാൻ ചെയ്യാനുള്ളതും അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നവരുള്ള ഡീറ്റെയിൽസും മാത്രമാണ് നോർമൽ എപ്പോഴും ഉള്ളത് പോലെ തന്നെയാണ്, വേറൊന്നുമില്ല. സോ ഗൈസ്, എപ്പോഴും നമ്മൾ പറയും പോലെ തന്നെ ആപ്ലിക്കേഷൻ ഫാസ്റ്റ് ട്രാക്ക് വേൾഡ് എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതെടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇതിലെ QR കോഡ് എടുക്കുക, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. ഈസിയാണ്, കണക്ടിവിറ്റിക്ക് ബുദ്ധിമുട്ടില്ല. സോ ഗൈസ്, ഫോണുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കിടിലൻ ഡിസ്പ്ലേ എന്ന് പറയാം. പ്രീമിയം ഫിനിഷ് തന്നെയാണ്. മെറ്റൽ കേസ്, അതുപോലെ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. ടച്ച് സെൻസിറ്റിവിറ്റിയൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ഡ്യുവൽ ഡിസ്പ്ലേ ടൈപ്പ് എടുക്കുന്നുണ്ട്. നല്ല പ്രീവിയസ് മോഡൽസിനെ കാട്ടി അത്യാവശ്യം കൊള്ളാം. ഡിസൈനും അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കൊള്ളാം. റൊട്ടേറ്റബിൾ ക്രൗൺ വരുന്നുണ്ട്, 2 ഫങ്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഇത് സ്പോർട്സിന് വേണ്ടി നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല ഫാസ്റ്റ് ഉണ്ട്. പെർഫോമൻസ് വൈസ് അത്യാവശ്യം കൊള്ളാം. നോർമലി നമുക്ക് തുടക്കം തൊട്ടുള്ള ഫീച്ചേഴ്സ് എനിക്ക് പറയാം. മുകളിൽ താഴേക്കാണ് സ്ക്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമൽ ബ്ലൂടൂത്ത് ആക്ടിവിറ്റി, ഡു നോട്ട് ഡിസ്റ്റർബ്, ലിഫ്റ്റ് ടു വ്യൂ, പവർ സേവിങ്, സൈലന്റ് മോഡ്, സെറ്റിങ്സ് വരും. ബ്രൈറ്റ്നസ്, ടോർച്ച്, വൈബ്രേഷൻ മോഡ് ആക്കാനുള്ളതും, പിന്നെ ഫൈൻ ഫോണും, ആൽവേസ് ഓൺ ഡിസ്പ്ലേ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇത്രയാണ് ഈ ഒരു മോഡിൽ വരുന്നത്. പിന്നെ നമ്മുടെ ലിസ്റ്റ് വേണോ, എങ്ങനെയാണോ നമ്മൾ മെനു സ്റ്റൈൽ എങ്ങനെയാണോ മാറ്റുന്ന ആ ഒരു ഓപ്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഓഫ് ആവാനും ഓൺ ആവാനും മാത്രം, വേറെ ഡബിൾ ടാപ്പ് ചെയ്താലോ ഒന്നുമില്ല. ഇത് റൊട്ടേറ്റബിൾ ക്രൗൺ, ഫങ്ഷൻ ക്രൗൺ, നമുക്ക് ഡിസ്പ്ലേ വേണമെങ്കിൽ മാറ്റിയിടാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, ഡിസ്പ്ലേ കാണാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇത് ഡബിൾ ടാപ്പ് ചെയ്താൽ ഒന്നും വരില്ല. സിംഗിൾ ടാപ്പ് ചെയ്താൽ നമ്മളെ മെയിൻ മെനു വരും. അതിൽ ഫസ്റ്റ് വരുന്നത് മൈ ഫിറ്റ്നസ് ആയിരിക്കും. പിന്നെ സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്, മൾട്ടി സ്പോർട്സ്, നമുക്ക് എപ്പോഴും വരും പോലെ തന്നെ ഹാർട്ട് റേറ്റ്, SpO2, സ്ട്രെസ് മോണ്ടിക്ക്, മൂഡ് മോഡ്, ബ്രീത്ത് വരും. ഫോണിൻ്റെ ഓപ്ഷൻസും ഉണ്ട്, നോട്ടിഫിക്കേഷൻസ്, എമർജൻസി, വെതർ, വോയിസ്, ഗെയിം വരുന്നുണ്ട്. ഗെയിമിനകത്ത് കുറച്ച് എക്സ്ട്രാ ഗെയിംസ് കൊണ്ടുവന്നിട്ടുണ്ട്. എയർ കോമ്പാക്റ്റും ഡേയ്സ് എന്ന് പറഞ്ഞ ഗെയിമും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരിതില്ല, ഇത് ഓൾറെഡി പഴയ ഇതിലെല്ലാത്തിലുള്ളതാണ്. 2 ഗെയിം എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കളിച്ചോണ്ടിരുന്നാൽ പെട്ടെന്ന് ചാർജ് ചെയ്യും. ചില ടൈമിൽ ആവശ്യമുണ്ടെങ്കിൽ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടി എടുക്കാം. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ആൽബം ഉണ്ട്, മ്യൂസിക്, വോയിസ് റെക്കോർഡർ. വോയിസ് റെക്കോർഡർ നമുക്ക് ചില സമയങ്ങളിലൊക്കെ ആവശ്യമുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, റെക്കോർഡാവും. നമ്മൾ പറയണല്ല ഇത് തന്നെ കേൾക്കും. സ്റ്റോറേജ് വയ്ക്കാം. ചില സമയത്തുള്ള തെളിവുകളൊക്കെ എടുക്കാം. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുടെ വാക്കുകൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവും. ഇത് കേട്ടതിന് ശേഷം വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം, സേവ് ചെയ്ത് വേണമെങ്കിലും വെക്കാം. പിന്നെ ഉള്ളത് സെറ്റിങ്സിലാണ്. സെറ്റിങ്സിനകത്ത് കഴിഞ്ഞാൽ വാച്ച് ഫേസസ് വരും. പിന്നെ ഫോൺ ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് കൂട്ടാം, സ്ക്രീൻ ടൈം, ലിഫ്റ്റ് ടു വ്യൂ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, മെനു സ്റ്റൈൽ, ഇത്രയാണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ വേറെ പ്രത്യേകത, ഇതിനകത്ത് സൗണ്ട് ആൻഡ് വൈബ്രേഷനകത്ത് പോയാൽ നമുക്ക് റിംഗ് ടൂണ് ഒരു 5 സെറ്റ് ചെയ്യാം. അതുപോലെ മൊബൈലിൽ നമ്മൾ ഏത് പാട്ടാണോ ഇട്ടിരിക്കുന്നത്, ഏത് സോങ്സ് ആണ് ഇട്ടിരിക്കുന്നത്, അത് വേണമെങ്കിൽ നമുക്ക് വാച്ച് വഴി ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്.
പിന്നെ നോട്ടിഫിക്കേഷൻ ടോണൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. മ്യൂസിക് ഓപ്ഷൻ, വൈബ്രേഷൻ, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സൗണ്ട്. പിന്നെ സൈലന്റ് മോഡ്സ് ഉണ്ട്, ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്തിടാം. ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി വേണമെങ്കിൽ നമുക്ക് പവർ സേവിങ് മോഡ് ചെയ്തിടാം. ആൾവേസ് ഓൺ ഡിസ്പ്ലേ, ഏതൊക്കെ ഓപ്ഷൻസ് ഓൺ ആക്കിയിടണം അങ്ങനെയുള്ളത് സേവ് ചെയ്യാൻ വേണ്ടി. ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ ഹെൽത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഫീച്ചറൈസ്ഡ് ആണ്. പിന്നെ സിസ്റ്റത്തിനകത്ത് പോയാലും നമ്മൾ നമ്മുടെ നോർമൽ QR കോഡും റീസെറ്റും പവർ ഓഫും അതെല്ലാം വരുന്ന എല്ലാം ഇതിനകത്താണ്. പിന്നെ മെയിനായിട്ട് ഇതിൽ എക്സ്ട്രാ ഉള്ളത് ആൽബം. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറഞ്ഞില്ല. ആൽബം നമ്മൾ ആഡ് ചെയ്തു. ആൽബം ആഡ് ചെയ്താൽ നമുക്ക് ഇത്രയും ഫോട്ടോസ് ഇടാം. ഇപ്പോൾ 9 ഇട്ടിട്ടുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ മ്യൂസിക് ഉള്ളത് അതിനകത്ത് സ്റ്റോറേജ് ഉണ്ട്, നമുക്ക് മാറ്റി ഫോണിലത് കേൾക്കാം, സ്റ്റോറേജ് ആക്കി ഇടാൻ പറ്റും. ഓക്കെ. സോ ഗൈസ്, നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാനോ ആണെങ്കിൽ ആപ്ലിക്കേഷൻ എടുക്കുക, ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം ടോപ്പ് വരുന്നത് ഇവിടെ ആയിരിക്കും. കുറച്ച് താഴേക്ക് പോകുമ്പോഴത്തേക്ക് മ്യൂസിക് ഓൺ വാച്ചും ആൽബം ഓൺ വാച്ചും ഉണ്ട്. നമുക്ക് ഇതുവഴി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് മ്യൂസിക്കും അതുപോലെ ഫോട്ടോസും ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഫോട്ടോസ് ഓണിൽ ആൽബം കൊടുത്ത ഫോട്ടോസ് അതിനകത്ത് സേവ് ചെയ്തിടാം. അതുപോലെ നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി ട്രാക്കേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. വാച്ച് ഫേസസ് വരുന്നുണ്ട്, അത് കസ്റ്റം ചെയ്യാൻ പറ്റും. അതുപോലെ സെറ്റിങ്സ്. അപ്പം ഞാൻ ഇതിനകത്തൊരു മ്യൂസിക് ആഡ് ചെയ്തു, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. മ്യൂസിക് എടുക്കുക, ജസ്റ്റ് പ്ലേ എടുക്കുക. ഇതുവഴിയായിരിക്കും മ്യൂസിക് കേൾക്കുന്നത്. അത്യാവശ്യം സൗണ്ട്, നോർമൽ സൗണ്ട്, ഭയങ്കര ബാസൊന്നും അല്ല, നോർമൽ സൗണ്ട്. ഈ ഒരു സൗണ്ട് നമുക്ക് കിട്ടും. ഇത് മ്യൂസിക് കേൾക്കാൻ വേണ്ടി മാത്രം ഇറക്കിയ വാച്ചല്ല, ജസ്റ്റ് ഒരു ഓപ്ഷൻ. ഇൻ കേസ് എന്തെങ്കിലും ചില ടൈമുകളൊക്കെ മ്യൂസിക് കേൾക്കാം, അതിന് വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ്. നോർമൽ വോയിസ് ആയിരിക്കും കിട്ടുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ക്ലിയർ സൗണ്ടാണ് വരുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ഫോണിലെ മ്യൂസിക് കേൾക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് സ്റ്റോറേജ് ചെയ്ത് കുറച്ച് മ്യൂസിക് കേൾക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഫോണിലതാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫോൺ മ്യൂസിക് കൊടുത്താൽ മതി. എന്നിട്ട് ഫോണിൽ പ്ലേ ചെയ്താൽ നമുക്കത് ഇതിനകത്തും കേൾക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ വാച്ച് ഫേസിൽ വേണമെങ്കിൽ വീഡിയോ ആക്കി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കസ്റ്റം പോയിട്ട് റെക്കോർഡ് വീഡിയോ എടുക്കുക. ഓക്കെ, റെക്കോർഡ് വീഡിയോ എടുത്തിട്ട് ഞാനിപ്പം ജസ്റ്റ് ഇതൊന്ന് റെക്കോർഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യാണ്. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുത്താൽ പ്രോസസ്സിങ് കുറച്ച് ടൈം എടുക്കും, കാരണം വീഡിയോ ആയതുകൊണ്ടാണ്. നോർമലി നമ്മൾ എല്ലാ വാച്ചസിലും വരുന്നത് ഫോട്ടോസ് മാത്രമാണ്. ഇതിൽ വീഡിയോ ഇടാം. നമുക്ക് ക്രോപ്പ് ചെയ്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഏത് ഭാഗം വേണമെന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടിക്ക് കൊടുത്താൽ ഡൺ. അപ്പം പ്രോസസ്സിങ് ടൈം എടുക്കും. സോ ഗൈസ്, അത് അപ്ലോഡ് ആകുമ്പോൾ ഇതുപോലെ വരും. നമ്മൾ നേരത്തെ എടുത്ത വീഡിയോ ആണ് ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് കൊടുത്താൽ ഇതിലോട്ട് അപ്ലോഡ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഗാലറി കയറി വേണമെങ്കിൽ എടുക്കാം. ഞാൻ വേറെ നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഇതും കാണിച്ചു തരാം. അങ്ങനെയാണ് നമ്മുടെ ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് കളേഴ്സ് മാറ്റി ഓപ്ഷൻസ് ഇടാം. ടൈമിൻ്റെത് ബ്ലാങ്ക് വേണമെങ്കിൽ ബ്ലാങ്ക്, അങ്ങനെ കളർ 3 ആണ് ഓപ്ഷൻസ് ഉള്ളത് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് കൊടുത്താൽ മതി, അത് അപ്ലോഡ് ആവും. അപ്ലോഡ് ആയാൽ നമുക്ക് ഇൻസ്റ്റാൾ ഓൺ വാച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ഓൺ വാച്ച് ടൈം എടുക്കും, കാരണം വീഡിയോ ആയതുകൊണ്ട് ഒത്തിരി സമയം എടുക്കും. ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് കാണിച്ചു തരാം. നോർമൽ ചെറുതൊരു വീഡിയോ എടുത്താണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ഗൈസ്, വാച്ചിൻ്റെ വീഡിയോ ഫേസ് നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. ആ ടൈമിൽ ഇത് കണക്കായിരിക്കും കിട്ടുന്നത്. ഒരു 5 സെക്കൻഡിലുള്ളതായിരിക്കും നമുക്ക് ഇത് കണക്ക് വീഡിയോ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഇടുന്നതിൽ ചാർജസ് കുറയാൻ ചാൻസ് ഉണ്ട്. ഒരു 5 സെക്കൻഡിലുള്ള ഒരു വീഡിയോ നമുക്ക് ഇത് കണക്ക് വാച്ച് ഫേസ് ആക്കി ഇടാം. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ചെയിൻ കൂടെ കട്ട് ചെയ്തിട്ടാൽ നമ്മൾ കറക്റ്റ് കയ്യിൽ അളവിന് വരും. 6500 രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത്. 2 ഷെയ്ഡ്സ് വരും, ഗൺ മെറ്റലും വരും, നോർമൽ ബ്ലാക്കും വരും. പിന്നെ ഉള്ളത് എന്താ, ഇതിൻ്റെ വാറൻറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ്. ഡിവൈസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെയിൽ അയക്കാം. സ്റ്റോറിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ സ്റ്റോറിൽ കൊണ്ടുകൊടുത്ത് അവർ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് തന്നെ റീപ്ലേസ് കിട്ടും. അതർ ബ്രാൻഡ്സിനെ അപേക്ഷിച്ച് റീപ്ലേസ് പെട്ടെന്ന് കിട്ടും. കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് പുതിയ പ്രോഡക്റ്റിനെ എടുക്കാം. പിന്നെ മറ്റേ അലയേണ്ട ആവശ്യമില്ല. വേറെ ബ്രാൻഡ് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് കുറേ ഇഷ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഫ്രണ്ട്സൊക്കെ വാങ്ങിയിട്ട്. ഇത് വലിയ പ്രശ്നമില്ല. ഓക്കെ. അതുപോലെ പഴയ വാച്ചസ് കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ
ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തെടുക്കാം. അതായത് കൂപ്പൺ ആക്കിയിട്ട് ആ കൂപ്പൺ വെച്ചതിന് ശേഷം ഈ ഒരു പുതിയ പ്രോഡക്റ്റിലോട്ട് വേണമെങ്കിൽ പോകാം. ബാക്കി പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അങ്ങനെ കുറേ ഉപയോഗമുണ്ട് ഫാസ്ട്രാക്കോ ടൈറ്റൻ്റോ ബ്രാൻഡ് എടുക്കുവാണെങ്കിൽ. പിന്നെ നമുക്ക് നോർമലി ഉള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ടച്ച് സെൻസിറ്റീവ് ഭയങ്കര ഫാസ്റ്റാണ്. പ്രീമിയം വാച്ചായിട്ട് യൂസ് ചെയ്യാം. അപ്പം കട്ടിയപ്പോൾ അത്യാവശ്യം പ്രീമിയം ലുക്ക് തന്നെയാണ്. പിന്നെ ചെയിൻ കട്ട് ചെയ്യേണ്ടി വരും, ചെയിൻ കട്ട് ചെയ്തിട്ട് എടുക്കണം. കൊള്ളാം അത്യാവശ്യം. എപ്പോഴും ലെതറും സിലിക്കോണൊക്കെ ഇട്ടിട്ട് ഒരു ചേഞ്ചിന് വേണമെങ്കിൽ ലെതർ ചെയിൻ എടുക്കാം. അതുപോലെ കൊള്ളാം, അത്യാവശ്യം നല്ല മോഡൽ തന്നെയാണ് കേട്ടോ. കാരണം ഈ ഫോട്ടോസിനെ ഇട്ടിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. കാരണം അത്രയും സെയിം ക്വാളിറ്റി കിട്ടുന്നുണ്ട്. വർത്താണ്, ആ പ്രൈസിന് വർത്താണ് കമ്പയർ ചെയ്യാം. കാരണം 1 year റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരെ വരുന്നുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഫാസ്ട്രാക്ക് ബ്രാൻഡ് അത്യാവശ്യം നല്ലതാണ്. ചില മോഡൽസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്, പക്ഷേ ഇത് കൊള്ളാം, അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. മുന്നേ ഉള്ള മോഡൽസിനെ കാട്ടി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടച്ച് സെൻസിറ്റിവിറ്റി ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം വരും. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് വരുന്നത് IP68 ആണ് വരുന്നത്. പ്രൈസിന് അത്യാവശ്യം വർത്താണ് എന്ന് പറയാം. പിന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് അതിൻ്റെ അതെല്ലാം വരുന്നത്. ബാക്കി ഹാർട്ട് റേറ്റ്, കോള്, ഇതെല്ലാം ഇവിടെ വരും. ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഇതാണ് പ്രസ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് പ്രസ് ചെയ്താൽ നോർമൽ ഔട്ട്ഡോർ റണ്ണിങ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. ഇത് തന്നെ എല്ലാ ഓപ്ഷനും പറയുന്നുണ്ട്. ഭയങ്കര രസമുണ്ടോ കാണാൻ. മറ്റേ നോർമലി അപേക്ഷിച്ച് ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസം കാണാം. നോർമൽ മോഡൽസ് യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഈ ഒരു വാച്ചിൻ്റെ ഫേസ് കാണും, ഇൻ്റർഫേസ് കാണുമ്പോൾ അത്യാവശ്യം അറിയാൻ പറ്റും എന്താണെന്ന്. ഞാൻ എല്ലാ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. BP യുടെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ വരും. കലോറീസ് വരും, എൻഡ് ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഇതുവരെ സംസാരിച്ച് കോളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ ഓപ്ഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും കോൾ വിളിക്കുകയാണെങ്കിൽ ടാപ്പ് ചെയ്തതിനു ശേഷം കോൾ ചെയ്യാം. AI ഫീച്ചേഴ്സ് ഇതുവഴിയാണ് എടുക്കുന്നത്, ഡബിൾ ടാപ്പാണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത് ഗൈസ്. പുതിയൊരു വീഡിയോയിൽ കണ്ടുകൂട്ടാം. അതുവരേക്കും ബൈ. സോ ഗൈസ്, വാച്ച് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണ് വാങ്ങാനെങ്കിൽ ഞാൻ വാങ്ങിച്ച സ്റ്റോപ്പിൻ്റെ നമ്പർ കൊടുത്തേക്കാം. അതിൽ വിളിച്ചാൽ അവർ വാച്ചിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. സോ താങ്ക് യു ഗൈസ്, ബൈ.